അഴുക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പുറത്ത് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയാൽ നമ്മൾ പുറത്തഴുക്ക് കഴിഞ്ഞു. പക്ഷേ ഉള്ളിലത്തെ അഴുക്ക് പോകാനാണ് ഈ പഞ്ചേന്ദ്രിയ ശുദ്ധി എന്ന് പറയുന്നത്. ഇതിൽ പ്രശ്നം വെച്ചാൽ നമ്മൾ ദേവതയായിട്ട് മിങ്കിളാവണം, കുറച്ചും കൂടി അടുപ്പം വരണം. അതായത് കുറച്ചും കൂടി ഒരു സൗഹൃദം ഉണ്ടാക്കണം. അതാണ് ചില ആൾക്കാർ ഈ ദേവതയോട് നമ്മൾ കരഞ്ഞ് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മളായിട്ടുള്ള ഒരു ബന്ധമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സായി പ്രഗത് സർ, എന്താണ് പഞ്ചേന്ദ്രിയ ശുദ്ധി? ഈ പഞ്ചേന്ദ്രിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയമാണല്ലോ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഇത് മൊത്തത്തിൽ 5 ഇന്ദ്രിയത്തിന് പ്രാധാന്യമുണ്ട്. പഞ്ചഭൂതം ഒക്കെ 5ലാണ് നമ്മൾ കാണുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിൽ പഞ്ചേന്ദ്രിയത്തിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വാക്കാണ് ആചമനം എന്ന് പറയും. അപ്പോൾ ഈ ആചമനത്തിൽ കൂടെ നമുക്ക് ശുദ്ധിയാക്കാനാണ്. അപ്പോൾ അത് ആന്തരിക ശുദ്ധിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാത്റൂം പോയി പിന്നെ കുളിച്ച് വൃത്തിയായിട്ടായാലും നമ്മൾ ഉള്ളിൽ ആന്തരിക ശുദ്ധി വരണമെന്നില്ല. അപ്പോൾ അതിന് ചില സംഗതികളുണ്ട്, അത് ചെയ്യാണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആന്തരിക ശുദ്ധി വരും. അതാണ് പഞ്ചേന്ദ്രിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ. എന്തിനാണ് നമ്മളിപ്പോൾ ഈ പഞ്ചേന്ദ്രിയ ശുദ്ധി ചെയ്യേണ്ട ആവശ്യം? പഞ്ചേന്ദ്രിയ ശുദ്ധി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൂജ ചെയ്യുന്നൊരു വ്യക്തി പഞ്ചേന്ദ്രിയ ശുദ്ധി ചെയ്യണം. അതേമാതിരി ഉപാസന എടുക്കുന്ന ഒരാൾ പഞ്ചേന്ദ്രിയ ശുദ്ധി ചെയ്യണം. പിന്നെ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ അതും പഞ്ചേന്ദ്രിയ ശുദ്ധിയാണ്. ഈ പഞ്ചേന്ദ്രിയ ശുദ്ധി നമ്മൾ ഭയങ്കര പ്രാധാന്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ അത് ശുദ്ധി വരുന്നെങ്കിൽ നമ്മൾ ബോഡിയിൽ വളരെയേറെ ഇത് വരുള്ളൂ. കാരണം നമുക്ക് അഴുക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പുറത്ത് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയാൽ നമ്മൾ പുറത്തഴുക്ക് കഴിഞ്ഞു. പക്ഷേ ഉള്ളിലത്തെ അഴുക്ക് പോകാനാണ് ഈ പഞ്ചേന്ദ്രിയ ശുദ്ധി എന്ന് പറയുന്നത്. 5 ഇന്ദ്രിയങ്ങൾക്ക് ശുദ്ധി വരുത്താൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പഞ്ചേന്ദ്രിയ ശുദ്ധി ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ജ്യോതിഷന്മാരും അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യും. സാധാരണക്കാർ അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകൾ? അല്ല, സാധാരണക്കാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ചെയ്യുന്നത് ഈ പഞ്ചേന്ദ്രിയ ശുദ്ധിയാണ്. അതായത് സാധാരണക്കാരൻ ചെയ്യാറില്ല, സാധാരണക്കാരൻ അറിയില്ല. ഇപ്പം മാഡം ഇത് പറഞ്ഞതിൻ്റെ പേരിലേക്ക് ഇപ്പോൾ സാധാരണക്കാരൻ അറിയുന്നുണ്ടാകുക എന്താ ഇത് ശുദ്ധി, ഇത് അറിയുന്നില്ല. ഇതിൻ്റെ വേറൊരു പേരാണ് ആചമനം എന്ന് പറഞ്ഞ സംഭവം. ഈ ആചമനം എന്ന് പറഞ്ഞാൽ കുറേ കൂടി ആൾക്കാർക്ക് അറിയും. പക്ഷേ പഞ്ചേന്ദ്രിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിഞ്ഞോളന്നില്ല. അതിനൊരു ക്രിയാപദ്ധതി ഉണ്ട്, അത് ചെയ്യേണ്ട രീതിയുണ്ട്. അതാണ്. എങ്ങനെയാണത്? അത് നമ്മളിപ്പോൾ നിലത്ത് ഇരിക്കല്ലോ, പലകയിലോ അല്ലെങ്കിൽ പായിലിരിക്കും. ഇതിൽ നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റ് വെക്കും, ഒരു ഗ്ലാസ്സിൽ വെള്ളം വരും. അപ്പം ഈ ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ വെച്ചിട്ട് ആദ്യം നമ്മൾ കയ്യിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ വലത്തെ ചെവി തൊട്ടിട്ട് നമ്മളിങ്ങനെ ഓം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടക്കുകയാണ്. അതായത് ഇങ്ങനെ ശുദ്ധിയാക്കുകയാണ്. അത് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു ശുദ്ധി വന്നു. പിന്നെ ഇത് 2 പ്രാവശ്യം ചെയ്യും നമ്മൾ. പിന്നെ അടുത്ത് പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നേരെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നമ്മൾ മുഖത്ത് ശരിക്കും ഇങ്ങനെ തട്ടിയും കൊണ്ട് ഒഴിയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ തള്ളവിരൽ പിന്നെ ഈ മോതിരവിരൽ ഇത് നമ്മൾ വെള്ളം വീണ്ടും വെച്ചിട്ട് ഈ മൂക്കിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ അല്ല മൂക്കില്ല ഈ കണ്ണിൻ്റെ മുകളിൽ വെക്കും. പിന്നെ ഇത് ചൂണ്ടവിരലും ഇത് വെച്ചിട്ട് മൂക്കിൻ്റെ 2 നാളത്തിൽ വെക്കും. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ചെവീൻ്റെ മുകളിൽ. പിന്നെ അടുത്തത് ഇതാണ്, ഈ ചിന്നവിരൽ പൊന്തിച്ചിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഹൃദയശുദ്ധി. അത് കഴിഞ്ഞിട്ട് 5 വിരലും ഫുള്ള് വെച്ചിട്ട് സഹസ്രാരത്തിൽ. ഇതാണ് ഈ ശുദ്ധി വരുത്തുന്ന പരിപാടി. ഈ ഇപ്പോൾ വീടുകളിൽ തന്നെ ഈ പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും, അതിന് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നവരുണ്ടാവും. എല്ലാവരും അല്ലെങ്കിലും വളരെ ചുരുക്കം ആളുകൾ ചെയ്യുന്നുണ്ടാവും. ഇവർ ഈ പഞ്ചേന്ദ്രിയ ശുദ്ധിയോടുകൂടി ഇത് ചെയ്യണോ, അതോ നമ്മൾ സാധാ പോലെ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയോ? അല്ല, ഇത് പഞ്ചേന്ദ്രിയ ശുദ്ധി പഠിക്കുന്നത് നല്ലതാണ്, ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മേഡം പറഞ്ഞാൽ പഞ്ചാർച്ചന എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും അറിയാത്തൊരു വിഷയമാണ് പഞ്ചാർച്ചന. അപ്പോൾ ഈ പഞ്ചാർച്ചന എന്ന് പറഞ്ഞാൽ 5 അർച്ചനയാണ്. അപ്പോൾ ഈ 5 അർച്ചന പഠിച്ചിരിക്കണം എന്നാണ് ഇപ്പോൾ വീട്ടിലെ പൂജാമുറിക്ക് വെക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കണം. പല ആൾക്കാർക്ക് അറിയില്ല, പലരും എന്തൊരു ചന്ദനത്തിരി കത്തിക്കും വിളക്കല്ല. അപ്പോൾ അതെ, അപ്പോൾ ഈ 5 അർച്ചന എന്താ വെച്ചാൽ ജലഗന്ധ ദീപ ധൂപ പുഷ്പം, ജലഗന്ധ ദീപ ധൂപ പുഷ്പം, ഈ 5 അർച്ചനയാണ് പഞ്ചാർച്ചന. അപ്പം മേഡം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വീടുകളിൽ പൂജാമുറിയിൽ ചെയ്യേണ്ട ഈ 5 അർച്ചന ചെയ്തിരിക്കണം. അപ്പോൾ ജലം കൊണ്ട് ആദ്യം തർപ്പണം ചെയ്യുക, അതായത് പൂജിക്കുക. പിന്നെ ജലഗന്ധം, അത് ചന്ദനത്തിരിൻ്റെ ഗന്ധം, ദീപം ധൂപം. ദീപം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരി കത്തിച്ചിട്ട് അതിൽ
നാളം കൊണ്ട് പൂജിക്കുക ആ ദേവതേനെ. പിന്നെ അത് കെടുത്തിയിട്ട് അതിൻ്റെ പിന്നെ ധൂപം, അതിൻ്റെ പുക, പിന്നെ പുഷ്പം, ജലഗന്ധ ദീപ ധൂപ പുഷ്പ, അങ്ങനെ 5 അർച്ചനയാണ് 5 അർച്ചന എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോഴേ നമ്മൾ വീട്ടിൽ പൂജ ചെയ്യുന്നത് വളരെയേറെ എഫക്റ്റ് ആവുള്ളൂ. ഇത് തന്നെ അമ്പലങ്ങളിലുണ്ടല്ലോ പഞ്ചാർച്ചന. ഇപ്പം ഞാൻ വീടുകളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് പഠിച്ച് അത് ചെയ്യേണ്ട രീതികളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ്, എത്രമാത്രം ശുദ്ധി വേണം, അതെങ്ങനെയൊക്കെയാണ്? അതായത് നമ്മളിപ്പോൾ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പല അശുദ്ധിയും ശുദ്ധിയും രണ്ടും കൂടി ചേർന്ന എല്ലാം ഉണ്ടാവും. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ പിന്നെ ഉള്ളതാണ് സംഭവം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മാതിരി അത്ര ഒരു കൂടുതലായിട്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ വളരെയേറെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകേണ്ട സംഭവമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാർച്ചന പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ വേറെയുണ്ട് ക്ഷേത്രത്തിൽ. പക്ഷെ നമ്മൾ വീടുകൾ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ അതിന് ചെറിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചുള്ള പൂജയ്ക്ക് ഇത് പഠിച്ചിരിക്കണം. ഇത് പഞ്ചാർച്ചന ചെയ്തിരിക്കണം. പഞ്ചാർച്ചന ചെയ്താൽ ആ പൂജ ചെയ്തതിൻ്റെ ഫലം കിട്ടുന്ന പറയുക. ഇത് ശരിക്കും കൗളമാർഗത്തിലുള്ള ഒരു അർച്ചനയാണ് പഞ്ചാർച്ചന എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പുതിയ വീടുകൾ പണിയുന്ന പലരും പൂജാമുറി സെപ്പറേറ്റ് വെക്കാൻ ഭയപ്പെടുന്നുണ്ട്. അത് നമ്മൾ പൂജ ചെയ്യേണ്ട രീതികൾ കറക്റ്റ് ആവണം എന്നില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഈ പഞ്ചാർച്ചന പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ പൂജാ റൂം വയ്ക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ വരാവുന്ന ദോഷങ്ങൾ മാറിക്കിട്ടുമോ? അല്ല, ഇതെന്താ സംഭവിച്ചാൽ വിഷയം എന്താ വെച്ചാൽ ഭയപ്പെടേണ്ട ഒരു കാര്യം ഇതിലില്ല. നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഭയപ്പാടാണ്. ദോഷം വരുമോ എന്നുള്ളൊരു പേടി ജനങ്ങൾ ഒഴിവാക്കണം. കാരണം ഒരു ദൈവവും നമ്മളെ ശിക്ഷിക്കില്ല. ഇപ്പോൾ നമ്മുടെ അടുത്തിപ്പോൾ ഈ പൂജിക്കുന്നതിൽ, അതായത് നമ്മളിപ്പോൾ കർമ്മത്തിൽ വരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയാലും അതിനിപ്പോൾ ഏത് വലിയ പൂജാരി പൂജ ചെയ്യുമ്പോൾ അവസാനം പറയുന്നൊരു വാക്ക് എന്താ പറയുക, പിന്നെ മന്ത്രത്തിൽ കൂടെ തന്നെ പറയും, എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറയും. ഇപ്പോൾ പിന്നെ ശബരിമലയ്ക്ക് മാല ഇടുന്ന ആൾക്കാർ സ്വാമിമാരും പറയും, ഭഗവാനെ ഞാൻ മാല ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ അതിന് മാപ്പ് തരണമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വിഷയമുള്ളതുകൊണ്ട് നമുക്കതൊരു വിഷയമല്ല. അപ്പോൾ പൂജാമുറി നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ വീടിൻ്റെ ഒരു എനർജിയാണ്. അതൊന്ന്. രണ്ടാമത്തത് നമുക്കൊരു ചിട്ടവട്ടായി. മൂന്നാമത്തത് നമുക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു മുന്നോട്ട് പോകുന്നവരെ എപ്പോഴും രാവിലെ എണീച്ച് കുളിച്ച് വിളക്കെത്തിക്കണം, ദേവനെ തൊഴുകണം. അതൊരു ശീലമായി കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഗൃഹാന്തരീക്ഷത്തിൽ. അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ കർപ്പൂരം, ചന്ദനത്തിരി, ഇതൊക്കെ അതിൻ്റെ സ്മെല്ല് ആ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എനർജി പോസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. ഭയപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതോർ നമുക്ക് അപകടം വരിക. നമ്മൾ എന്ത് കാര്യം ആത്മവിശ്വാസത്തോടുകൂടി ആ ദേവത, ഇപ്പോൾ ഏത് ഫോട്ടോ ആയാലും എന്ത് വിളക്കത്തിച്ചാലും നമുക്ക് അങ്ങനെ പ്രശ്നമല്ല. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ പൂജ ഒരു ദിവസം പൂജ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേ പോവുകയാണെങ്കിൽ അപ്പോൾ എന്താ പ്രശ്നം വരുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നമ്മളൊരു 2 തുളസി, ഒരു 2 മണി അരി എടുത്തിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങളിങ്ങനെ പോവുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം അവിടെ കഴിയും, അത്രേ ഉള്ളൂ. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദേവതയായിട്ട് മിങ്കിളാവണം, കുറച്ചും കൂടി അടുപ്പം വരണം. അതായത് കുറച്ചും കൂടി ഒരു സൗഹൃദം ഉണ്ടാക്കണം. അതാണ്. ചില ആൾക്കാർ ഈ ദേവതയോട് നമ്മൾ കരഞ്ഞ് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മളായിട്ടുള്ള ഒരു ബന്ധമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പഞ്ചാർച്ചന പഠിച്ചാൽ എന്താണുള്ള ഗുണം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം, കുറച്ചും കൂടി ഒരു ഗുണം വരും ദേവതയായിട്ടുള്ള. അപ്പോൾ അത് ചെയ്തു എന്നുള്ളൊരു സാക്ഷാത്കാരം, കോൺഫിഡൻസ് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഒരു പൂജേൻ്റെ ഒരു ഏകദേശം ഒരു എയിമാണ് ഇത് പഞ്ചാർച്ചന. അപ്പോൾ അത് 5 അർച്ചന കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഓൽക്ക് അത് കിട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ പിന്നെ ഈ കദളിപ്പഴം, അപ്പോൾ ഭഗവാനൊക്കെയാണ് കദളിപ്പഴം വെച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് സംഭവം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.